ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാം നമുക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ RRB JEE ഫസ്റ്റ് CBT സെക്കൻഡ് CBTയിലാണ് നമ്മുടെ മെക്കാനിക്കലിന്റെ ടോപ്പിക്സുകൾ വരുന്നത്. മെക്കാനിക്കലിന്റെ ടോപ്പിക്സുകൾ നമുക്ക് വരുന്നത്. അപ്പോൾ RRB JEE മെക്കാനിക്കൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് ഏകദേശം കഴിഞ്ഞ തവണയൊക്കെ ഏകദേശം അറൗണ്ട് 10 മാർക്കിന് നമുക്ക് 100 മാർക്ക് ടെക്നിക്കലിൽ ചോദിക്കുന്നതിൽ അറൗണ്ട് 10 മാർക്കിന് വരെ നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വെൽഡിംഗിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളും ഡൗട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നല്ല. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് രീതിയിൽ വെൽഡിങ്ങിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വെൽഡിങ്ങിൽ ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഏകദേശം നമുക്ക് ഒരുപാട്. ഫസ്റ്റ് നമ്മൾ വെൽഡിങ് എടുത്തിട്ട് എന്താണ് വെൽഡിങ് എന്ന് പഠിച്ചിട്ട് മേജർ ആയിട്ട് നമുക്കറിയാം വെൽഡിങ്, ബ്രേസിങ്, സോൾഡറിങ്, ഇതാണ് 3 മേജർ പ്രോസസ്സുകൾ വരുന്നത്. ഇത് 3 നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവർ 3 തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വെൽഡിങ്ങും ബ്രേസിങ്ങും സോൾഡറിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതായത് ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ കൂടെ വെൽഡിങ്ങിലോട്ട് വരുമ്പോൾ പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒരുപാട് ആർക്ക് വെൽഡിങ്, റെസിസ്റ്റൻസ് വെൽഡിങ്, പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള തെർമൈറ്റ് വെൽഡിങ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ക്ലാസിഫിക്കേഷനുകൾ വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓഫ് ദ ഫോളോയിങ്ങിൽ ഏതാണ് റെസിസ്റ്റൻസ് വെൽഡിങ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമ്മളിതാ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ആർക്ക് വെൽഡിംഗ് ആണെങ്കിൽ അതിൽ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടൈപ്സുകളും, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്, മിഗ് വെൽഡിങ്, ടിഗ് വെൽഡിങ്, ഷീൽഡ് ആർക്ക് വെൽഡിങ്, ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ്. അപ്പൊ നമ്മൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓരോന്നിലും ഏതൊക്കെ ഇലക്ട്രോഡുകളാണ് യൂസ് ചെയ്യുന്നത്, ഫ്ലെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, ഷീൽഡിംഗ് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, ആ കാര്യങ്ങൾ. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണോ അല്ലെ, ഇലക്ട്രോഡുകളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കോട്ടഡ് ഇലക്ട്രോഡ്, നോൺ കോട്ടഡ് ഇലക്ട്രോഡുകൾ, അതിന്റെ കോഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന കോഡുകൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ആർക്ക് വെൽഡിങ്ങിന്റെ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ആർക്ക്, അതിന്റെ തന്നെ പല പൊളാരിറ്റികൾ, അതിന്റെ സ്പീഡ്, ചെറിയ ചെറിയ കാൽക്കുലേഷൻസുകൾ നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഈ പറയുന്ന ആർക്ക് വെൽഡിങ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വെൽഡിങ്, തെർമൈറ്റ് വെൽഡിങ്, ഇതിലൊക്കെ ഇതുപോലെ ഇതിന്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിളുകൾ, പേരുകൾ, എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ കൂടെ അതിലൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റുകൾ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രേസിങ്, സോൾഡറിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ പറയുന്നുണ്ടാകും, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇത് കൂടാതെ വെൽഡിങ്ങിൽ ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഡിഫക്റ്റ്, അതുപോലെ വെൽഡിങ്ങിൽ വരുന്ന കുറച്ച് എഫക്റ്റുകൾ. ഓക്കെ, ഡിഫക്ട്സ്, എഫക്റ്റുകൾ, പിന്നെ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസുകൾ, അതുപോലെ ചില മെറ്റീരിയൽസിന് കൂടുതൽ വെൽഡബിലിറ്റി ഉണ്ടാവും, അതിന് കുറവായിരിക്കും, അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വെൽഡിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളിങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് 1 by 1 ആയിട്ട് ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നോട്ട്സ് ചെയ്ത് ക്രോഡീകരിച്ച് പഠിക്കുകയാണെങ്കിൽ അധികം ഒരുപാടൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ ഒരു 10-15 മണിക്കൂർ കൊണ്ട് മൊത്തം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ തന്നെ നോട്ട്സുകളും ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പല ഈ വെൽഡിങ്ങിന്റെ തന്നെ ഞാൻ ഈ പറഞ്ഞ പല പല ഏരിയ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് നമുക്ക് RRBക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ആ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസുകൾ പറയുന്നു, അതിന്റെ മാത്രം ആൻസർ എന്നുള്ളത്. കാരണം നിങ്ങളെ പരിചയപ്പെടുത്തുക ഏത് രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എന്തൊക്കെ നമുക്ക് പഠിക്കണം എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ടൈം കറക്റ്റ് എഫക്റ്റീവായി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ, നമ്മളെ ടൈം ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വെൽഡിങ്ങിന് ഇന്ന ടോപ്പിക്കിന് എനിക്ക് ഇത്ര സമയം വേണം, അപ്പൊ ടോട്ടൽ വെൽഡിങ്ങിന് ഇത്ര സമയം വേണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ലൊരു വെൽ പ്രിപ്പയർഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിന് എന്തൊക്കെ ചോദിക്കും, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഞാൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. ഇതാണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DCEP ഇൻ ആർക്ക് വെൽഡിങ്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചൊരാൾക്ക് വളരെ ഈസിയാണ്. കാരണം നമ്മൾ ആർക്ക് വെൽഡിങ്ങിൽ 3 ടൈപ്പിലാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഇലക്ട്രോഡിന്റെയും അതുപോലെ വർക്ക് പീസിന്റെയും പൊളാരിറ്റി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ വർക്ക് പീസ് എങ്കിൽ, ഇതാണ് ഇലക്ട്രോഡ് എങ്കിൽ നിങ്ങൾ ഇലക്ട്രോഡിന് നെഗറ്റീവും വർക്ക് പീസിന് പോസിറ്റീവും കൊടുക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട്. DC ക്ക് ഡയറക്റ്റ് കറണ്ട്, ഇലക്ട്രോഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞു.
ഓക്കെ സോറി ഇലക്ട്രോഡ് നെഗറ്റീവ് എന്ന് പറയുന്നത്, കാരണം ഇവിടെ ഇലക്ട്രോഡ് നെഗറ്റീവ് അല്ലേ, DCEN എന്ന് പറയുന്നത്. ഓക്കെ ഞാൻ ഈ വരച്ചതിൽ എങ്ങനെയാണോ ഇലക്ട്രോഡ് നെഗറ്റീവും, ഇത് വർക്ക് പീസ് ആട്ടോ, ഇത് വർക്ക് പീസ് ആണ്, ഇത് ഇലക്ട്രോഡ് ആണ്. ഓക്കെ ഇലക്ട്രോഡ് ആണ്. സോ ഇലക്ട്രോഡ് നെഗറ്റീവ് വർക്ക് പീസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് എന്ന് പറയും. ഇതിന് വേറൊരു പേരും കൂടെ പറയും. എന്താണ് നമ്മൾ പറയാറുള്ളത്? DC സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്നും പറയും. DC സ്ട്രെയിറ്റ് പൊളാരിറ്റി, അതായത് DCSP എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ വർക്ക് പീസ് എടുത്തു, ഇലക്ട്രോഡ് ഇങ്ങനെ എടുക്കുന്നു. വർക്ക് പീസിനെ നമ്മൾ നെഗറ്റീവായിട്ടും ഇലക്ട്രോണിനെ നമ്മൾ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് ഏത്? ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു പേരെന്താ? DC റിവേഴ്സ് പൊളാരിറ്റി എന്നും പറയാറുണ്ട്. DC റിവേഴ്സ് പൊളാരിറ്റി. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ആൻസർ എന്താ വരിക? DCEPയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കടോ, ഇവിടെ നോക്ക്. DCEPയുടെ ഫുൾ ഫോം എന്താ? ഡയറക്റ്റ് കറണ്ട്. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. അപ്പൊ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ടാവുക. അവിടെ നോക്ക്, ഇലക്ട്രോഡ് പോയിന്റ്, ഇലക്ട്രിക് പോസിറ്റീവ്, അതൊന്നുമല്ല, പിന്നെന്താ? ഇലക്ട്രോഡ് പോസിറ്റീവ് എന്നാണ് നമുക്ക് ഏത് വരുന്നത്? ഇതിന്റെ ഒരു ആൻസർ വരുന്നത്. ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ആരാണ് പോസിറ്റീവ്, ആരാണ് നെഗറ്റീവ്? ഇവിടെ നോക്ക് നിങ്ങൾ, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് ആണിത്. ഓക്കെ അതായത് ഇലക്ട്രോഡിലോട്ട് നെഗറ്റീവ് അല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇതാണ് ഇലക്ട്രോഡ്. അടുത്ത എന്താ? ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. ഓക്കെ അതിൽ നമ്മൾ ഈ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DC സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ നമ്മൾ പറയും DC റിവേഴ്സ് പൊളാരിറ്റി. ഇത് ഒരുപാട് ചോദിക്കുന്നതാണ്. ഇനി ഇത് രണ്ടും അല്ലാത്തതാണ് ഏത് എന്ന് പറയുന്നത്? AC കണക്ഷൻ. AC എന്ന് പറയുന്നത് നമ്മൾ AC കണക്ഷൻ കൊടുക്കുന്നത്. അവിടെ പിന്നെ റിവേഴ്സ് സ്ട്രെയിറ്റ് എന്നില്ല, കാരണം AC ആകുമ്പോൾ ഇങ്ങനെ പ്ലസും മൈനസും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തായാലും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അടുത്തതാ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഈ DCEN-ലും DCEP-ലും AC-ലും, അതായത് സ്ട്രെയിറ്റ് പൊളാരിറ്റിയിലും റിവേഴ്സ് പൊളാരിറ്റിയിലും AC-ലും എങ്ങനെയാണ് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എങ്ങനെയാണ് പെനിട്രേഷൻ വരുന്നത്, എങ്ങനെയാണ് വിഡ്ത്ത് ഓഫ് വെൽഡ് ബെഡ് വരുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് എക്സാംസുകൾക്ക് നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. നൗ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തെർമൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഫൈൻ അലുമിനിയം പൗഡർ ആൻഡ് അയൺ ഓക്സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ഡാഷ് ബൈ വെയിറ്റ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് റെയിൽവേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്? തെർമൈറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇന്നും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് തെർമൈറ്റ് വെൽഡിങ്. അപ്പൊ നമ്മൾ തെർമൈറ്റ് വെൽഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ക്രൂസിബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സ്ചർ എടുക്കുന്നു. ആര മിക്സ്ചർ അലുമിനിയം പൗഡറും അതുപോലെ അയൺ ഓക്സൈഡിന്റെ മിക്സ്ചർ എടുക്കുന്നു. എന്നിട്ട് നമ്മളൊരു ഇഗ്നൈറ്റർ വെച്ചിട്ട് അതിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നു. ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ അത് കത്തിപ്പിടിക്കും അല്ലെ? കത്തിപ്പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ അയൺ ഓക്സൈഡിലെ അയൺ മാത്രം വേറെ ആവും, അലുമിനിയം ഓക്സൈഡും കൂടെ ചേർന്ന് അലുമിനിയം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അലുമിനിയം ഓക്സൈഡ് വേസ്റ്റ് ആണ്, സ്ലാഗ് ആണ്, നമുക്കത് വേണ്ട. നമുക്ക് അവിടുന്ന് അയൺ കിട്ടുമല്ലോ. ഈ ഉരുകുന്ന അയൺ എന്ത് ചെയ്യും? നമുക്ക് എവിടെയാണോ വെൽഡ് ചെയ്യേണ്ടത്, ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെയാണ് ഇപ്പൊ നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്. ആ വെൽഡ് ചെയ്യുന്ന കൊടുത്ത് കൊടുക്കുന്നു, നമുക്ക് ഇവിടെ വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് തെർമൈറ്റ് വെൽഡിങ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അതില് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ അലുമിനിയം പൗഡറും അയൺ ഓക്സൈഡും തമ്മിലുള്ള റേഷ്യോ. ശ്രദ്ധിക്കണം, ആരാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് നോക്കണം. ഇവിടെ അലുമിനിയം ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, അയൺ ഓക്സൈഡ് എന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അയൺ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ. അപ്പൊ ഏതാണ്? 1:3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എക്സാമിന് അഥവാ ചോദിച്ചിട്ടുള്ളത് ഈ ഓർഡറിൽ തന്നെയാണ് ചിലപ്പോൾ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് അയൺ ഓക്സൈഡ് ടു അലുമിനിയം എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 3:1 എന്നാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. ഇവിടെ അലുമിനിയം ടു അയൺ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അലുമിനിയം 1 ആണെങ്കിൽ അയൺ ഓക്സൈഡ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഏത് ആൻസർ വരിക? B ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ തെർമൈറ്റ് വെൽഡിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അപ്പൊ ഞാൻ അപ്പൊ തെർമൈറ്റ് വെൽഡിംഗിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. അവിടെ ഇഗ്നൈറ്റ് ചെയ്യാൻ ഏതാ യൂസ് ചെയ്യുക? ഇവരുടെ ഇക്വേഷൻ, ഇതൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ 2Al2 അലുമിനിയം പൗഡർ Al പ്ലസ് അയൺ ഓക്സൈഡ് Fe2O3 ഈക്വൽ ടു കെമിക്കൽ ഇക്വേഷൻ ഉണ്ട്. എവിടേക്കാണ് അപ്ലിക്കേഷൻസുകൾ, ഏത് തിക്നെസ് വരെ ചെയ്യാം, ഏത് ടെമ്പറേച്ചർ വരെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ തെർമൈറ്റ് വെൽഡിംഗ് നിന്ന് ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 3, ബെയർ ഇലക്ട്രോഡ്സ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ഫോളോയിങ് വെൽഡിംഗ് പ്രോസസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്.
നമ്മൾ ഓരോ ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിന്റെ പ്രത്യേകതകൾ, ഏതൊക്കെ പ്രോസസ്സിലാണ് ബെയർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രോസസ്സിലാണ് കോട്ടഡ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്, തിൻ ഇലക്ട്രോഡ്, ത്രിക്ക് ഇലക്ട്രോഡ്, ടെൻഷൻ ഇലക്ട്രോഡ്, കാർബൺ ഇലക്ട്രോഡ്, ഇത് ഓരോന്നും എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, അതുപോലെ ഇലക്ട്രോഡിന്റെ കോഡ്. ഈ ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ RRB JEE മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇലക്ട്രോഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടോപ്പിക്, നല്ലൊരു ടോപ്പിക് തന്നെയാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇത് തന്നേല് തെർമൈറ്റ് വെൽഡിങ്ങിൽ എന്തായാലും നമ്മൾ ഇലക്ട്രോഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പൊ അത് പറ്റാം. അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിൽ നമ്മൾ ടെങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്, ടെങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പെർക്യൂഷൻ വെൽഡിങ് വരികയാണെങ്കിൽ അതെന്താ, അത് റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. അപ്പൊ നമുക്ക് അവിടെ വരുന്നില്ല. പിന്നെ ഏതിലാണ് നമ്മൾ ബെയർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിലാണ്. ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. എവിടെയാണ് നമ്മൾ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് യൂസ് ചെയ്യുക, നമുക്ക് വെൽഡ് ചെയ്യേണ്ട പ്ലേറ്റുകൾ തിക്നെസ് കൂടിയതാണ്, വാല്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ബൈ ഹാർട്ട് ചെയ്യണം. ടിഗ്, മിഗ്, സബ്മേർജ്ഡ്, അതുപോലെ ഷീൽഡ് ആർക്ക് വെൽഡിംഗ് ഒക്കെ ഇത്ര തിക്നെസ് മുതൽ ഇത്ര വരെ ഉള്ളതിനാണെന്നുള്ള നമ്മൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോ അതിൽ തിക്നെസ് ആയിട്ടുള്ള പ്ലേറ്റുകൾ വെൽഡ് ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യാറുള്ളത്, സബ്മേർജ്ഡ്. ഈ സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വെൽഡിങ് കംപ്ലീറ്റ് നടക്കുക, നമ്മൾ ഒരു കൂട്ടം ഫ്ലക്സ് ഉണ്ട്, ആ ഫ്ലക്സ് കുറെ ഇടും, ആ ഫ്ലക്സിന്റെ ഉള്ളിലാണ് ഈ വെൽഡിങ് നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതായിരിക്കും, ഇലക്ട്രോഡ് ബെയർ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഏത് ആൻസർ വരും ഇവിടെ, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇലക്ട്രോഡ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അല്ലെങ്കിൽ ആർ റെസിസ്റ്റൻസ് വെൽഡിങ്. ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ക്ലാസിഫിക്കേഷൻ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. ആർക്ക് വെൽഡിങ്ങിൽ ഏതൊക്കെയാണ് പേരുകൾ, റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഏതൊക്കെയാണ് പേരുകൾ, സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സിൽ ഏതൊക്കെയാണ് പേരുകൾ, തെർമൽ വെൽഡിങ്ങിൽ ഏതൊക്കെയാണ് പേരുകൾ, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ എന്തൊക്കെയാണ് പേരുകൾ. ഈ പേരുകളും പഠിക്കണം, ആ ഓരോന്നും എന്താണെന്ന് പഠിക്കണം. അതിൽ ചിലത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും, ചിലത് ജസ്റ്റ് പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട 3 പേരാണ് സ്പോട്ട് വെൽഡിങ്ങും, സീം വെൽഡിങ്ങും, അതുപോലെ പ്രൊജക്ഷൻ വെൽഡിങ്ങും. സോ ഇവർ 3 പേരും എന്താണ്, റെസിസ്റ്റൻസ് വെൽഡിങ്ങിലെ ടൈപ്പ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ ഏതാണ്, ഓൾ ഓഫ് ദിസ്. ഓക്കെ, അപ്പോ ഇത് ഇനി ഓരോന്നും എന്താന്ന് പഠിക്കണം, സീം വെൽഡിംഗ് എന്താ, സ്പോട്ട് വെൽഡിംഗ് എന്താ, പ്രൊജക്ഷൻ വെൽഡിംഗ് എന്താണ്, അതിന്റെ വ്യത്യാസം എന്താണ്, എവിടേക്കാണ് ഇതൊക്കെ യൂസ് ചെയ്യാറ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. അതൊക്കെ എന്താണ് എക്സാമിന് ചോദിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. അതിന്റെ ഇക്വേഷൻസുകളും ഈ റെസിസ്റ്റൻസ് വെൽഡിംഗിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾക്കൊക്കെ ഇമ്പോർട്ടന്റ് ഉണ്ട്. കോപ്പർ ഇലക്ട്രോഡ് ആണെങ്കിൽ അതിലൊക്കെ എവിടെയാണ് കൂടുതൽ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ ഇവിടെ ഈ റെസിസ്റ്റൻസ് വെൽഡിംഗിൽ എങ്ങനെയാണ് ലോ വോൾട്ടേജ് ആണ്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇതിപ്പോ കുറച്ച് റെസിസ്റ്റൻസ് വെൽഡിംഗിൽ ഞാൻ പറഞ്ഞ സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, അപ്സെറ്റ് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, ഫ്ലാഷ് വെൽഡിംഗ്, അതുപോലെ ഇനിയും പറയാം പെർക്യൂഷൻ വെൽഡിംഗ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, റെസിസ്റ്റൻസ് വെൽഡിംഗിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ റെസിസ്റ്റൻസ് വെൽഡിംഗ്. അടുത്ത റെസിസ്റ്റൻസ് വെൽഡിംഗിൽ ഞാൻ പറഞ്ഞു നമുക്ക് ചോദിക്കുന്നതാണ് ഇക്വേഷൻസുകൾ. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കറണ്ട് പാസ് ചെയ്യും, കറണ്ട് പാസ് ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്യേണ്ട ആ ഭാഗത്തിന് ഉരുക്കുന്നില്ല, മോൾട്ടൺ മെറ്റൽ ആക്കുന്നില്ല, പകരം എന്താ, നമ്മൾ നല്ല റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് കൂടുന്തോറും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും നല്ലോണം കൂടും അല്ലെ. അപ്പൊ അവിടെ ഒരു റെസിസ്റ്റൻസിന്റെ ജംഗ്ഷൻ ഉണ്ടാക്കും. അപ്പൊ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നല്ല ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴി നമ്മുടെ മെറ്റൽ എന്ത് ചെയ്യും, ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് അങ്ങ് മാറും. അതായത് ചൂടായി റെഡിഷ് ആയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ അപ്പൊ നിങ്ങൾ ഒരു പ്രഷർ, ഒരു ഫോഴ്സ് അങ്ങ് കൊടുക്കും. ആ ഒരു പ്രഷർ ഫോഴ്സ് കൊണ്ട് ഇതെന്ത് ചെയ്യും, ഇതങ്ങ് ജോയിന്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഏത് റെസിസ്റ്റൻസ് വെൽഡിങ്. അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ഇക്വേഷൻ നമ്മൾ എടുക്കാറുള്ളത് നമ്മൾ ഇലക്ട്രിക്കലിൽ പഠിച്ചിട്ടുള്ള I²RT എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. I എന്ന് പറഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, R എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ജോയിന്റ് ആണ് ആ ജോയിന്റിലെ റെസിസ്റ്റൻസ്, T എന്ന് പറഞ്ഞാൽ എത്ര സമയം നിങ്ങൾ അതിലൂടെ ആ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്മൾ ഇക്വേഷൻ വരിക, ഏതാണ് ഇക്വേഷൻ വരിക, I²RT. അപ്പൊ ഇതിന്റെ ചിലപ്പോൾ ചെറിയ ന്യൂമറിക്കലൊക്കെ ചോദിച്ചേക്കാം. ഇത്തവണ നിങ്ങൾക്ക് വിർച്വൽ കാൽക്കുലേറ്ററും കൂടെ ഉള്ളത് കൊണ്ട് ചെറിയ ന്യൂമറിക്കലുകൾ ചോദിച്ചേക്കാം. സോ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് വെൽഡിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റും പ്രഷറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, ബൈ യൂസിങ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഞാൻ ചെറിയൊരു പോയിന്റുകൾ എടുത്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയും. സോ നമുക്ക് ആ ജോയിൻ ചെയ്യേണ്ട ഇന്റർഫേസിന്റെ അടുത്ത് നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ റെസിസ്റ്റൻസ് വെൽഡിംഗിൽ
ഹൈ കറണ്ടും അതുപോലെ ലോ വോൾട്ടേജിന്റെ ഷോർട്ട് ടൈം. ഈ ടി എന്ന് പറയുന്നത് 5-10 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല, 1 സെക്കൻഡ് 2 സെക്കൻഡ് അങ്ങനെ ഷോർട്ട് ടൈമേ ഉണ്ടാവുള്ളൂ. ആ ഷോർട്ട് ടൈമിലുള്ള നിങ്ങൾ ലാർജ് കറണ്ട് പാസ് ചെയ്യും കുറഞ്ഞ വോൾട്ടേജ് വെച്ചിട്ട്. ഓക്കെ, കാരണം എന്താ, നിങ്ങൾ നോക്കൂ ഇവിടെ എച്ച് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ അല്ലേ, എച്ച് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ലാർജ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത്രത്തോളം ഹീറ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സാധാരണ റെസിസ്റ്റൻസ് വെൽഡിംഗിൽ നമ്മൾ ഫില്ലർ മെറ്റലോ ഫ്ലെക്സോ ഷീൽഡിംഗ് ഗ്യാസ് ഒന്നും യൂസ് ചെയ്യാറില്ല. സ്പെഷ്യൽ കേസ് ഉണ്ട്, പക്ഷെ ജനറലി നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, താഴെ തന്നിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സുകളിൽ ഏതിലാണ് നമ്മൾ ഫില്ലർ മെറ്റീരിയലോ ഫ്ലെക്സോ ഷീൽഡിംഗ് ഗ്യാസ് ഒന്നും യൂസ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ഓക്കെ, പല രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ വരും. ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് വെൽഡിംഗ് സെറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റേബിൾ ആർക്ക്? സ്റ്റേബിൾ ആർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന DC ജനറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആർക്ക് വെൽഡിങ്ങിന്റെ പവർ ജനറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് നമുക്ക് ചോദിക്കാറുണ്ട്. കോൺസ്റ്റന്റ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്, DC പവർ സെറ്റ്, AC പവർ സെറ്റ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ അവിടെ തന്നെ വേണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഡ്യൂട്ടി സൈക്കിള്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം വെൽഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യും, പിന്നെ കുറച്ച് വെൽഡ് ചെയ്യും. അതിനൊരു സൈക്കിൾ, ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പൊ അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, വെൽഡ്, നമ്മൾ ആർക്കിന്റെ ടെമ്പറേച്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് ക്വസ്റ്റൻസുകൾ ചോദിക്കാറില്ല, കാരണം കുറച്ചുകൂടെ ഹയർ ലെവലാണ്. എന്നാലും അതിന്റെ ബേസിക്സുകൾ നമ്മൾ പഠിച്ചിരിക്കണം, നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റൻസുകൾ ചോദിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണ് DC-യിൽ AC-നേക്കാളും സ്റ്റെബിലിറ്റി വരിക എന്നുള്ളത്. കാരണം DC-യിൽ ആ മാഗ്നിറ്റ്യൂഡ്, നമ്മളെ കറണ്ടിന്റെ ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഡയറക്ഷൻ ഓഫ് കറണ്ട് ആർക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ AC-യിൽ അതല്ല, AC-യിൽ ആ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടായിരിക്കും, പ്ലസ് മൈനസ് ഇങ്ങനെ. ആദ്യം ആർക്ക് ഇങ്ങോട്ടാണ്, പിന്നെ ആർക്ക് അങ്ങോട്ടായിരിക്കും, പിന്നെ ഇങ്ങോട്ടായിരിക്കും, പിന്നെ അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ AC പവറിൽ വെച്ച് വെൽഡ് ചെയ്യുന്നവര് നല്ല സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കണമെന്ന് നമ്മൾ പറയും. അതുപോലെ AC പൊതുവെ നമ്മൾ ഓട്ടോമാറ്റിക് വെൽഡിങ്ങിനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. കാരണം മാനുവൽ വെൽഡിങ്ങിൽ അത് ആ ഒരു സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ DC ആണ് നമുക്ക് എപ്പോഴും സ്റ്റെബിലിറ്റി, ആർക്ക് സ്റ്റെബിലിറ്റി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 7, വെൽഡിംഗ് ഗ്ലൗസ് ആർ ജനറലി മെയ്ഡ് ഓഫ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ വെൽഡിങ്ങിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു കേസാണ്. ഇപ്പൊ BTech-ലൊക്കെ പഠിക്കുന്നവർ ചിലപ്പോൾ അത് അധികം പഠിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഡിപ്ലോമ ITI ഒക്കെ വെൽഡിങ്ങിന്റെ ഇതിലുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ്, വെൽഡിംഗ് സ്റ്റോറിൽ യൂസ് ചെയ്യുന്നതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതുപോലെ വെൽഡിംഗ് സിമ്പിളുകൾ, വെൽഡിംഗ് ഡ്രോയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് സിമ്പിളുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, എക്സ്ട്രാ കാര്യങ്ങൾ. അതും നമുക്ക് എക്സാംസുകൾ കഴിഞ്ഞ തവണ RRB എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഈ ഷീൽഡ് യൂസ് ചെയ്യുക, അതിന് ഏതാണ് ഏറ്റവും ബെറ്റർ, നമ്മൾ ഗ്ലൗ എങ്ങനെ യൂസ് ചെയ്യണം, ഡ്രസ്സിങ് എങ്ങനെ വേണം, എന്തൊക്കെയാണ് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസുകൾ എടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ വെൽഡിംഗ് ഡ്രോയിങ്ങിൽ ആ സിമ്പിൾസുകൾ ഓരോന്നും എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റൻസുകൾ ചോദിക്കുന്നതാണ്. അപ്പൊ അത് ചിലപ്പോൾ BTech ലെവൽ ബുക്കുകളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലോമ ലെവൽ, അല്ലെങ്കിൽ ITI ലെവലിൽ മീഡിയൊക്കെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, നമുക്ക് എക്സാമിന് എന്തെങ്കിലും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വെൽഡിംഗ് ഗ്ലൗസ് ഒക്കെ നിർബന്ധമാണ്. വെൽഡിംഗ് ഗ്ലൗസും നമ്മളെ ഷീൽഡിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ വെൽഡിംഗ് ഗ്ലൗ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ആർക്ക് നമ്മളെ കയ്യിലോട്ട് എത്താതിരിക്കണം. അതുപോലെ ഈ മോൾട്ടൺ മെറ്റലൊക്കെ അതിൽ ഉറ്റുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് എണ്ണ തെറിക്കുന്ന പോലെ എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റൽ അതിലോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിഞ്ചിങ് എഫക്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എൻഡ് എഫക്ട് ഒക്കെ വരുമ്പോൾ സ്പ്ലാറ്ററിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒക്കെ നമ്മളെ കയ്യിലോട്ട് തട്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം, നമ്മൾ ഗ്ലൗ. ഇനി അഥവാ ഇൻ കേസ് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കറണ്ടിലോട്ട് തൊട്ടാലോ ചൂടുള്ള മോൾട്ടൺ മെറ്റൽ തൊട്ടാലോ ഒന്നും നമുക്ക് എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ പറ്റിയത് PVC ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉരുകാനൊക്കെ ചാൻസ് ഉണ്ട്. ലെതർ ലെയറൊക്കെ നല്ല ക്രോം ലെതർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഈ ക്രോം ലെതറിന് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യാനും ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് ഏതാണ്, ക്രോം ലെതർ ആണ് നമ്മൾ നല്ലൊരു ഗ്ലൗ ആയിട്ട് യൂസ് ചെയ്യാനുള്ളത്. നമ്മൾ പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങനെ തരും, ഓക്കെ, എന്നിട്ട് നമ്മൾ ഇലക്ട്രോഡിന്റെ കോഡ് എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, അതിൽ എന്താണ് പറയുന്നത്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും നമ്മൾ ഇലക്ട്രോഡിന്റെ ഇത് തന്നാൽ, ഇപ്പൊ ഈ ഒരു തന്നതിൽ നമുക്ക് എപ്പോഴും E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ്, അത് കഴിഞ്ഞ് തരുന്നത് ഇതിന്റെ സ്ട്രെങ്ത് ആണ്, ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രെങ്ത് ഇൻ KSI ലാണ്. സ്ട്രെങ്ത് ഇൻ KSI അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തന്ന വാല്യൂനെ നമ്മൾ ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സ്ട്രെങ്ത് ഇൻ PSI കിട്ടും. ഓക്കെ, നമ്മൾ സ്ട്രെങ്ത് ഇൻ KSI ലാണ് 60 എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഈ തന്ന ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഈ തന്ന ഇലക്ട്രോഡിന്റെ സ്ട്രെങ്ത് 60 KSI ആണ്. ദാറ്റ് മീൻസ് അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60,000 PSI ആണ്. ഓക്കെ, പിന്നെ അടുത്ത് ഇത് ചിലത്
4 ഉണ്ടാവുള്ളൂ, ചിലത് അടുത്തതും ഉണ്ടാവും. പിന്നെ അങ്ങോട്ടുള്ള ഓരോന്നും നമ്മൾ പറയുന്നുണ്ട്. ഇത് പൊസിഷൻ പറയുന്നത്, അടുത്ത് നമ്മുടെ പൊസിഷൻ, റോഡിന്റെ പൊസിഷൻ, ഇലക്ട്രോണിന്റെ പൊസിഷൻ പറയുന്നത്. പിന്നെ അങ്ങോട്ടുള്ളത് നമ്മൾ കോട്ടഡ് ആണോ അല്ലെങ്കിൽ ഏതാണ് കോട്ടിങ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ എച്ച് അല്ലെങ്കിൽ എഫ് എന്നൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ ഏതാണ് അവിടെ ഫ്ലക്സ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് കോട്ടൺ മെറ്റീരിയൽ, അങ്ങനെ കുറെ ഉണ്ട്. നമ്മൾ എന്തായാലും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്, ഇവിടെ നമുക്ക് തന്നില്ല 60 ആണ്. 60 PSI, അതായത് ഏതാണ് 60,000, 60 KSI അല്ലെങ്കിൽ 60,000 PSI ആണ് ഇവിടുത്തെ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന്റെ സ്ട്രെങ്ത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ. ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണേ. നോട്ട് കറക്റ്റ്, നോട്ട് യൂസ്ഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്, റോങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണം. ഇപ്പൊ നമ്മൾ ആ നോട്ടും കനോട്ടും ക്യാൻഡ് ഒന്നും കാണൂല. അത് കാണാൻ ഞാൻ നേരെ ഉൾട്ടായിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ലോണം പ്രാക്ടിക്കൽ മോഡൽ ടെസ്റ്റുകൾ എഴുതുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ്, ഈ ഒറ്റക്ക് പഠിക്കുമ്പോഴൊക്കെയുള്ള പ്രശ്നമാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കൂല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഷീൽഡിംഗ് ഗ്യാസ് ആർക്ക് വെൽഡിംഗ്. അതായത് നമ്മൾ കുറെ ആർക്ക് വെൽഡിൽ നമ്മൾ ഷീൽഡിംഗ് ഗ്യാസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിലൊന്നുമില്ല, പക്ഷേ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ അല്ലെങ്കിൽ ടിഗ് മിഗിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഷീൽഡിംഗ് ഗ്യാസ് കൊടുക്കും. അപ്പൊ ഈ തന്ന 4 ഏതാണ് ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാത്തത്? നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഷീൽഡിംഗ് ഗ്യാസുകൾ ഏതാണ്? ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള ആർഗണും ഹീലിയും ആണ്. വിലയും കുറവാണ് ആർഗണും ഹീലിയും. പിന്നെ നമ്മൾ കാർബൺ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഏത് യൂസ് ചെയ്യൂല, കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യൂലോ. കാരണം എന്താ, ഒന്ന് അതൊരു റിയാക്റ്റീവ് ഗ്യാസ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ഗ്യാസ് ആണ്, നമ്മളെ വെൽഡുമായിട്ട് റിയാക്ട് ചെയ്യൂലേ. പിന്നെ അതെന്താണ്, അതൊരു പോയിസണസ് ഗ്യാസ് ആണ് അല്ലെ. നമ്മളത് ശ്വസിച്ചാൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് തലകറക്കും ഇതൊക്കെ വരും. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ആൻസർ ഏതാണ് ഇവിടെ? എ ആണ് വരിക, നോട്ട് യൂസ്ഡ് ആസ് എ ഷീൽഡിംഗ് ഗ്യാസ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഹീലിയം, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആ വെൽഡിങ്ങുകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതിൽ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റൻസുകൾ ചോദിക്കും, ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 10, പിഞ്ച് എഫക്ട് എന്താണെന്നുള്ളത്. അപ്പൊ വെൽഡിംഗിൽ നമ്മൾ ഇതുപോലെ കുറെ എഫക്റ്റുകളും അതുപോലെ ഡിഫക്റ്റുകളും പഠിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പിഞ്ച് എഫക്ട് എടുത്തു എന്നേ ഉള്ളൂ. പിഞ്ച് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് നിങ്ങളെ പ്ലേറ്റ്, വെൽഡ് ചെയ്യുന്ന പ്ലേറ്റ് ഇതാണ്. നിങ്ങൾ ഇതാട്ടോ ഇവിടെ ആട്ടോ വെൽഡ് ചെയ്യുന്നത്, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ വെൽഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇലക്ട്രോഡ്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോഡിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രോഡിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ടോ? കറണ്ട് പാസ് ചെയ്യുന്നില്ലേ? ഇലക്ട്രോഡിലൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയാണ് നമ്മളെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. ഡ്രോപ്പാണ് നമ്മളെ ഏതാട്ടോ, ഡ്രോപ്പാണ്, മെറ്റലിന്റെ ഡ്രോപ്പാണ്. അത് ഇങ്ങനെ വെൽഡിങ്ങിലോട്ട് ഇങ്ങനെ ഇതെല്ലാം ചെയ്യുക. അപ്പൊ ഇതിലൂടെ മൊത്തം കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്കറിയാം, ഏതൊരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴും അതിന് ചുറ്റും എന്തുണ്ടാവോ? ഇലക്ട്രോ മാഗ്നറ്റിക് ലൈൻസുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സുകളും ഉണ്ടാവും. അപ്പൊ അത് ഇലക്ട്രോണിന് ചുറ്റും മാത്രമല്ല, ആ ഇലക്ട്രോണിന്റെ എൻഡിന്ന് ഇപ്പൊ ഇതാണ് നമ്മൾ ഇലക്ട്രോഡ് ഇട്ട്, ഇലക്ട്രോണിന്റെ എൻഡിൽ നിന്ന് ഇങ്ങനെ ഇതാണ് നമ്മളെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഏത് നമ്മളെ ഡെപ്പോസിറ്റ് മെറ്റൽ ആണ്, ഡെപ്പോസിറ്റ് മെറ്റൽ. അതിലൂടെയും കറണ്ട് പാസ് ചെയ്യും. അപ്പൊ അതിന് ചുറ്റൊക്കെ എന്തുണ്ടാവും? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഈ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഏതും കൂടും, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും കൂടും. അപ്പൊ നമ്മൾ ഹയർ കറണ്ടിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? നമ്മൾ ആ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റൽ ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ കറക്റ്റ് പൊസിഷൻ അങ്ങോട്ടോട്ട് മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ഇവിടെ ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റൽ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അതിനാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്. അതായത് നമ്മളെ ആ വെൽഡ് പൂളിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മോൾട്ടൺ മെറ്റലിനെ ആ എഫക്റ്റിനെ പിഞ്ച് എഫക്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ട് കാരണമുള്ള എഫക്റ്റിനാണ് പിഞ്ച് എഫക്ട് എന്ന് പറയുന്നത്. ആ പിഞ്ച് എഫക്ട് എന്ത് ചെയ്യും? അതിന്റെ കറക്റ്റ് ഡെപ്പോസിറ്റ് അതിനെ എഫക്ട് ചെയ്യും. സോ അതാണ് നമ്മൾ ഏത് പറയുന്നത്. സോ പിഞ്ച് എഫക്ട് എന്ന് പറയുന്നത്. സോ ഈ പിഞ്ച് എഫക്റ്റിന് എന്താണ് കാരണം? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സസ് ആണ് പിഞ്ച് എഫക്റ്റിന് കാരണമായിട്ടുള്ള. ബാക്കിയുള്ള നോക്കണ്ട, സർഫസ് ടെൻഷൻ, ഷീൽഡിംഗ് ഗ്യാസ്, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഒന്നുമല്ല. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. A linear arc welding process, the heat input per unit length is inversely proportional. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ആ കറണ്ട് ഹീറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഹീറ്റ് ഇൻപുട്ട് പറയുന്നുണ്ട്. ഹീറ്റ് ഇൻപുട്ട് പെർ യൂണിറ്റ് ലെങ്ത്, ചെറിയ പ്രോബ്ലം ഒക്കെ ചോദിക്കാം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എത്ര ഹീറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഈ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ദി വെൽഡിങ് അല്ലെ. നിങ്ങളോട് ആ വെൽഡിങ് ഇങ്ങനെ പിടിച്ചിട്ടല്ല ചെയ്യുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാം, കുറച്ച് മീഡിയം സ്പീഡിൽ ചെയ്യാം. സോ ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്പീഡും തമ്മിൽ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബൈ എസ് അല്ലേ. സോ ലീനിയർ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഹീറ്റ് ഇൻപുട്ട് എന്താണ്?
വെൽഡിംഗ് കറണ്ടിനും വെൽഡിംഗ് വോൾട്ടേജിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ ഏതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഏതാ? വെൽഡിംഗ് സ്പീഡിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ട്. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വെൽഡിംഗ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ഡ്യൂട്ടി സൈക്കിളും വെൽഡിംഗ് കറണ്ടിന്റെ പ്രത്യേകതകൾ എന്താ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വോൾട്ടേജ്, വെൽഡിംഗ് സ്പീഡ് എങ്ങനെ വേണം. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഹീറ്റ് എന്തിലോട്ട് എടുക്കൂല? വെൽഡിങ്ങിലോട്ട് എടുക്കൂല. കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് പാസ് ചെയ്യും. അപ്പൊ അതിന്റെയൊക്കെ വെച്ചുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12 ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതിൽ മിഗ് വെൽഡിംഗ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? അപ്പൊ മിഗും ടിഗും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. മിഗിൽ നമ്മൾ എന്താണ്? മിഗിൽ നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണ്. അതുപോലെ ബെയർ വയർ ആയിരിക്കും. കോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫെഡ് ചെയ്യായിരിക്കും ചെയ്യുക. സോ നമ്മൾ പറഞ്ഞു ഇവിടെ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണ്. ഇലക്ട്രോഡ് നോൺ കൺസ്യൂമബിൾ ആൻഡ് കൺസ്യൂമബിൾ എന്താ? ടിഗിൽ നോൺ കൺസ്യൂമബിൾ ആണ്. ടിഗിൽ നോൺ കൺസ്യൂമബിൾ ആണ്. പക്ഷെ മിഗ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള, മിഗിൽ കൺസ്യൂമബിൾ ആണ്. അതുപോലെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ മിഗ് വെൽഡിംഗിൽ നമ്മൾ ഏതാ കൊടുക്കാറില്ല? DC പവർ സപ്ലൈ ആണ്. കാരണം നമ്മൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ കൊടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകണം. നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ചസ് വരില്ല. കാരണം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡും DC പവർ സപ്ലൈ ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുക? മിഗിൽ യൂസ് ചെയ്യാറില്ല. 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. അപ്പൊ ഞാൻ പറഞ്ഞ പല ആർക്ക് വെൽഡിംഗ് പ്രോസസ്സുകളുണ്ട്. അതിലൊന്നാണ് ഏത്? അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഈ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗിൽ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണ്? ടെൻഷൻ ഇലക്ട്രോഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് ഭയങ്കര കോസ്റ്റ്ലി പ്രോസസ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനിലാണ്. ഇവിടെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഷീൽഡിങ്ങിന് യൂസ് ചെയ്യുന്നതും ഫ്യൂവൽ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടും എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജൻ ആണ്. സോ ഷീൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. ഇവിടെ ബേൺ ചെയ്യുന്ന ഫ്യൂവൽ ഗ്യാസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് തന്നെയാണ്? ഫ്യൂവൽ ഗ്യാസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതും ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ ആ പ്രോസസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറയും. നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ ആർക്ക് കൊടുത്തിട്ട് ഹൈഡ്രജനെ ബേൺ ചെയ്യിക്കും. അപ്പൊ ഹൈഡ്രജൻ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഒരു എക്സോതെർമിക് പ്രോസസ് വരും. ആ എനർജിയാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രജന്റെ തന്നെ നമ്മൾ ഷീൽഡ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യും. സോ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിൽ ഹൈഡ്രജൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഫ്യൂവൽ ഗ്യാസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട്. അപ്പൊ ആൻസർ ഏതാ? A and B. അപ്പൊ അതാണ് അടുത്തൊരു പോയിന്റ്. നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണ്? 4 ഓപ്ഷനും വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇതിങ്ങനെ എക്സാമിന് ഭയങ്കര ടെൻഷനൊക്കെ പിടിച്ചിരുന്ന് ഇങ്ങനെ വായിക്കുക. കാരണം ഇൻ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ഹൈഡ്രജൻ വർക്ക് ആസ് എ ഫ്യൂവൽ ഗ്യാസ്. നേരെ ഫ്യൂവൽ ഗ്യാസ് അങ്ങ് ആൻസർ ചെയ്യും. ഫ്യൂവൽ ഗ്യാസ് ആൻസർ ആണ്. പക്ഷെ 4 ഓപ്ഷനും വായിക്കണം. അത് ആൻസർ ചെയ്തേശം നോക്കുമ്പോഴായിരിക്കും ഷീൽഡിംഗ് ഗ്യാസ്. അപ്പൊ RRB അതുകൊണ്ട് കുഴപ്പമില്ല, ഓൺലൈൻ ആണ്, നമുക്ക് ഓപ്ഷൻ മാറ്റാം. PSC ഒക്കെ ആണെങ്കിൽ കുടുങ്ങും, മാർക്ക് ചെയ്താൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരിക? C ആണ് നമ്മുടെ ആൻസർ വരിക. രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 14 വിച്ച് ഫ്ലെയിം. ഓക്കെ, അടുത്തതാണ് വിച്ച് ഫ്ലെയിം ഒക്കേഴ്സ് വെൻ ദ ഓക്സിജൻ. അപ്പൊ നമ്മൾ പല ടൈപ്പ് പറഞ്ഞതിൽ ഒന്ന് ഞാൻ വിട്ടുപോയിണ്ടായിരുന്നു. ഗ്യാസ് വെൽഡിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, വിട്ടുപോകാൻ പാടില്ല. ഗ്യാസ് വെൽഡിങ് അല്ലെ? ഗ്യാസ് വെൽഡിങ്. അപ്പൊ ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിലിണ്ടറുകള്, ടോർച്ചുകൾ, അവിടെ യൂസ് ചെയ്യുന്ന ത്രെഡുകള്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അതർ കമ്പോണന്റുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെയിമുകൾ, അതുപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന ഫ്ലെയിമുകൾ നമുക്ക് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെയിമുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഫ്ലെയിം പഠിക്കുന്നുണ്ട്. ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, റെഡ്യൂസിങ് ഫ്ലെയിം, അല്ലെങ്കിൽ എന്താണ്? കാർബറൈസിങ് ഫ്ലെയിം. ഓക്കെ, അപ്പൊ ഇത് ഒരുപാട് എക്സാമിന് PSC കാലം RRB കാലം SSC കാലൊക്കെ നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് ഈ സംഭവം. അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? എന്തിന്റെ മിക്സ്ചറാണ്? ഓക്സിജന്റെയും അസറ്റിലിന്റെയും മിക്സ്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്സിജന്റെയും അസറ്റിലിന്റെയും മിക്സ്ചർ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഓക്സിജൻ അസറ്റിലിൻ മിക്സ്ചർ അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നു ഓക്സിജൻ അസറ്റ്ലീൻ മിക്സ്ചർ അല്ലെ, അത് <1 ആണെങ്കിൽ, അതായത് <1 എന്ന് പറഞ്ഞാൽ ആരാ കൂടുതൽ? അസറ്റ്ലീൻ കൂടുതലായിരിക്കും. C2 വെച്ചിട്ട് കേട്ടോ അസറ്റ്ലീൻ. അതും പഠിക്കാണ്ട് അസറ്റ്ലീൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ അസറ്റ്ലീന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ പ്രഷർ എത്രയാണ് വേണ്ടത് സിലിണ്ടറിൽ, അതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. കളറൊക്കെ ചോദിക്കാറുണ്ട്, ഈ സിലിണ്ടറിന്റെ കളർ എന്താണെന്നുള്ളത്. സോ ഇവിടെ അസറ്റ്ലീൻ കൂടുതലാണെങ്കിൽ അവിടെ കാർബൺ അല്ലേ കൂടുതൽ, അതിനെ നമ്മൾ എന്ത് പറയും? കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയും. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയും. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഓക്സിജനും അസറ്റ്ലീനും ഒരുപോലെയാണ് എടുത്തതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ന്യൂട്രൽ ആണ്, ആരും കൂടുതലില്ല, ന്യൂട്രൽ ഫ്ലെയിം ആണ്, ന്യൂട്രൽ ഫ്ലെയിം. അടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ O2/C2 വെച്ചിട്ട് ഓക്സിജൻ ആണ് കൂടുതലെങ്കിൽ, അതായത് ഇത് ഗ്രേറ്റർ, അപ്പൊ നമ്മൾ ഒന്നിനേക്കാൾ കുറവല്ല പറഞ്ഞത്, ഈ പറയുന്ന ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, എന്താ ഗ്രേറ്റർ ദാൻ 1 ഉദ്ദേശിച്ച്? ഓക്സിജൻ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയും. ഈ കാർബറൈസിങ് ഫ്ലെയിമിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് റെഡ്യൂസിങ് ഫ്ലെയിം എന്നും പറയും. റെഡ്യൂസിങ് ഫ്ലെയിം. ഓക്കെ,
പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇവിടെ ഓരോന്നിന്റെയും ഇന്നർ കോറിന്റെ ആ ഫ്ലെയിം ഉണ്ടല്ലോ, ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് എന്നൊക്കെ പുറത്തു വരുന്നത്, ആ ഫ്ലെയിമിന്റെ ഇന്നർ കോറിന്റെയും ഔട്ടർ കോറിന്റെയും ലെങ്ത്തിന്റെ റേഷ്യോ ചോദിക്കും. അതുപോലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ടെമ്പറേച്ചറും ആവറേജ് ടെമ്പറേച്ചറും ചോദിക്കും. എവിടേക്കാണ് ഈ ഫ്ലെയിമുകൾ നമ്മൾ അപ്ലിക്കേഷനിൽ ഒരുപാട് തവണ ചോദിച്ചാണ്, എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പോൾ അത്യാവശ്യം പഠിക്കാനുള്ള ടോപ്പിക്കാണ് നമ്മളെ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ 3-4 ടൈപ്പുകൾ ഉണ്ട് ഗ്യാസ് വെൽഡിംഗ് വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15, ദ ഫില്ലർ മെറ്റൽ യൂസ്ഡ് ഇൻ ബ്രേസിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത നിങ്ങൾ ഈ വെൽഡിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് ബ്രേസിംഗും അതുപോലെ സോൾഡറിംഗ്. നിങ്ങൾക്കറിയാം നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് വ്യത്യാസം ബ്രേസിംഗും സോൾഡറിംഗും, എവിടെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്, രണ്ടിന്റെയും ആ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? അപ്പൊ നമ്മൾ അറൌണ്ട് 400-420 ഡിഗ്രീസ് ഇതിന്റെ കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് വരുന്ന കേസാണ് നമ്മൾ ബ്രേസിംഗ് യൂസ് ചെയ്യാറുള്ളത്. അതിലും കുറവ് വരുന്നതാണ് നമ്മൾ സോൾഡറിംഗ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ബേസിക്കിന് സോൾഡറിംഗിന് യൂസ് ചെയ്യുന്ന ഹീറ്റ് ഫോം ഇലക്ട്രിക്കൽ ഇലക്ട്രോഡ് ആണോ അല്ലെങ്കിൽ ഗ്യാസ് ആണോ അത് പഠിച്ചിരിക്കണം. അതുപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് എന്താണെന്നുള്ളത്, അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന സോൾഡർ ഏതാണ്, അതുപോലെ ബ്രേസിംഗ് യൂസ് ചെയ്യുന്ന ബ്രേസർ ഏതാണ്, അതൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതാണ്. സോ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് അപ്പൊ നമ്മൾ പഠിക്കുന്നത് ബ്രേസിംഗിന്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് 420 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിൽ വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അവിടെ എബോവ് 450 ഡിഗ്രി സെൽഷ്യസ്, പക്ഷേ നമ്മൾ മെറ്റൽ ഏതാണോ ജോയിൻ ചെയ്യുന്നത് അതിന്റെ ബിലോ ആയിരിക്കണം, അതിന്റെ ഇടയ്ക്കുള്ള ടെമ്പറേച്ചറിലാണ് നമ്മൾ ബ്രേസിംഗ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു 600-700 ഡിഗ്രി സെൽഷ്യസിലുള്ള മെറ്റലാണ് ബ്രേസ് ചെയ്യുന്നതെങ്കിൽ ആ 600-700 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെ ആയിരിക്കണം, 450ന്റെ എന്തായിരിക്കണം, മുകളിലായിരിക്കണം. ഓക്കെ, അപ്പൊ വെൽഡിംഗിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു 15 ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഏകദേശം പറഞ്ഞും ചെയ്തു എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ മൈൻഡിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒറ്റയ്ക്ക് പഠിക്കുന്നതാണെങ്കിൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, വെൽഡിംഗ് പഠിക്കുക. അതിലെന്തായാലും നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്കൊരു 10-12 മാർക്കിനും 10 മാർക്കിന് അറൗണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു 8 മാർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളായിരിക്കും. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസുകൾ എവിടെന്നെങ്കിലും ഒരു ഉൾഭാഗത്തു നിന്നോ അങ്ങനെ ഒരു കുറച്ച് ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിൽ മെക്കാനിക്കലിന്റെ CBT 2 ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് വെൽഡിങ്ങിന്റെ ക്ലാസ്സുകൾ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 7000ന്റെ CBT 2 ക്ലാസ്സുകളിൽ CBT 1 നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ് ടു എക്സാം വരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ലേറ്റ് ഇപ്പൊ ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷനുകൾ തുടങ്ങുക. CBT 1ന്റെ കൂടെ തന്നെ CBT 2 നിങ്ങൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്ത് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല റാങ്ക് കിട്ടാൻ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ ഒക്കെ ക്വസ്റ്റൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലുകളിൽ അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മെക്കാനിക്കലിന്റെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്കമിംഗ് ഡേയ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.